ഇന്ത്യൻ റെയിൽവേയുടെ കുതിപ്പിന്റെ വർഷങ്ങളാണ് കടന്നുപോകുന്നത്. ആദ്യം വന്ദേ ഭാരത് വന്നു, പിന്നെ അമൃത് ഭാരത് വന്നു. വരാനിരിക്കുന്നത് വന്ദേ ഭാരതിന്റെ അത്യാഡംബര സ്ലീപ്പർ കോച്ചുകളാണ്. ഇതിനിടയിലാണ് വന്ദേ മെട്രോ ട്രെയിനുകൾ യാഥാർത്ഥ്യമായത്. ചെന്നൈ കാട്ട്പാടി റൂട്ടിലെ സർവീസിന്റെ പരീക്ഷണ ഓട്ടം പൂർത്തിയായി. നഗരഗതാഗതത്തിന് ഏറ്റവും യോജ്യമായ മെട്രോ ട്രെയിനുകളുടെ വന്ദേ ഭാരത് വേർഷനാണ് വന്ദേ മെട്രോ. ഇതുകൂടി പാളങ്ങളിലെത്തുന്നതോടെ ഇന്ത്യയിലെ റെയിൽ ഗതാഗത രംഗത്ത് വൻ വിപ്ലവമാണ് യാഥാർത്ഥ്യമാകുന്നത്. നിലവിൽ സബ് അർബൻ ട്രെയിനുകളായും മെട്രോ ട്രെയിനുകളായും നമ്മുടെ രാജ്യത്തെ വൻകിട നഗരങ്ങളിലെ ഗതാഗതത്തിന് സംവിധാനമുണ്ട്. അതിനു പുറമെയാണ് ഇനി വന്ദേ മെട്രോയും വരുന്നത്. നമുക്ക് പരിചിതമാണ് കൊച്ചിയിലെയും ബംഗളൂരുവിലെയും ചെന്നൈയിലെയും എല്ലാം മെട്രോ സർവീസുകൾ. അതിവേഗ യാത്ര ഇന്ത്യയിലും സാധ്യമാകുമെന്ന് തെളിയിച്ച ശ്രേണിയിലാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചത്. നമ്മുടെ നാട്ടിലുമുണ്ട് 3 വന്ദേ ഭാരത് ട്രെയിനുകൾ. ഇപ്പോൾ ഇതേ രൂപഭാവ സവിശേഷതകളുള്ള മെട്രോ ട്രെയിൻ പരീക്ഷണോട്ടം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത് ചെന്നൈയിലാണ്. ചെന്നൈയിലെ വില്ലിവാക്കം സ്റ്റേഷനിൽ നിന്നാണ് സർവീസ് ആരംഭിച്ചത്. കാട്ട്പാടിക്കടുത്തുള്ള വലാജ വരെയായിരുന്നു പരീക്ഷണോട്ടം. വിജയകരമായി ഇത് പൂർത്തിയായതോടെ വന്ദേ മെട്രോ സർവീസുകൾ രാജ്യത്തെ വിവിധ റൂട്ടുകളിൽ തുടങ്ങാൻ വഴി തെളിച്ചു. നഗരത്തിനുള്ളിലെ 2 പ്രധാന പോയിന്റുകളെ ബന്ധിപ്പിച്ചും 2 നഗരങ്ങളെ ബന്ധിപ്പിച്ചുമായിരിക്കും വന്ദേ മെട്രോ ട്രെയിനുകളുടെ സർവീസ്. പരീക്ഷണോട്ടത്തിന് റെയിൽവേ സുരക്ഷാ ചീഫ് കമ്മീഷണർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, പെരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്നുള്ള ഓഫീസർമാർ എന്നിവർ ഓട്ടത്തിന് സാക്ഷ്യം വഹിച്ചു. ശരാശരി 110 കിലോമീറ്റർ വേഗത്തിൽ 150 മുതൽ 200 കിലോമീറ്റർ വരെ ദൂരത്തുള്ള നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് വന്ദേ മെട്രോ സർവീസ് നടത്തുകയെന്നാണ് സൂചന. 12 കോച്ചുകളാണ് ഉള്ളത്, എല്ലാം എയർ കണ്ടീഷൻഡ്. വന്ദേ ഭാരത് ട്രെയിനുകളിലെ എല്ലാ സൗകര്യങ്ങളും വന്ദേ മെട്രോ ട്രെയിനുകളിലും ഒരുക്കിയിട്ടുണ്ട്. ഡോറുകളെല്ലാം ഓട്ടോമാറ്റിക് ആണ്, മികച്ച സീറ്റുകളാണ്, ഇൻഫോർടൈൻമെന്റ്, CCTV എന്നിവയും ഉണ്ടാകും. വന്ദേ ഭാരതിന്റെ ഡോറുകളിൽ നിന്ന് ചെറിയ വ്യത്യാസവും ഉണ്ടാകും. അല്പം കൂടി വീതി കൂടുതലുള്ളതും വന്ദേ ഭാരത് ഡോറുകളെക്കാൾ വേഗത്തിൽ അടയ്ക്കുന്നതും തുറക്കുന്നതുമായിരിക്കും ഇവ. കൂടുതൽ സ്റ്റോപ്പുകൾ ഉള്ളതിനാലും സ്റ്റോപ്പുകൾ നിർത്തുന്ന സമയം കുറവായതിനാലുമാണ് ഇങ്ങനെയൊരു ക്രമീകരണം. ചെന്നൈ ബീച്ച് സ്റ്റേഷനിൽ നിന്ന് രാവിലെ 9:30-ക്കാണ് പരീക്ഷണ വന്ദേ മെട്രോ പുറപ്പെട്ടത്. വില്ലിവാക്കം വഴി കാട്ട്പാടിക്ക് തൊട്ടുമുമ്പുള്ള വലാജ സ്റ്റേഷനിൽ രാവിലെ 11:15-ന് ട്രെയിൻ എത്തി. തിരികെ 12:15-ന് വലാജയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ 2 മണിയോടെ ചെന്നൈ ബീച്ച് സ്റ്റേഷനിലെത്തി. ഒരു കോച്ചിൽ 100 പേർക്കാണ് ഇരുന്ന് യാത്ര ചെയ്യാനാവുക. അതിനനുസരിച്ചാണ് സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ 200 പേർക്ക് വരെ നിന്നും ഒരു കോച്ചിൽ യാത്ര ചെയ്യാം. അതായത് ഒരു കോച്ചിൽ 200 യാത്രക്കാരെ ഉൾക്കൊള്ളാനാകും. ട്രെയിനിലാകെ 3600 പേർക്ക് വരെ ഒരേ സമയം സഞ്ചരിക്കാം. ചെന്നൈ ബീച്ച് കാട്ട്പാടി റൂട്ടിലാണ് പരീക്ഷണ സർവീസ് നടത്തിയതെങ്കിലും ഔദ്യോഗികമായി ആദ്യ സർവീസ് മുംബൈയിലായിരിക്കും തുടങ്ങുകയെന്നാണ് റിപ്പോർട്ട്. ചെന്നൈ വില്ലിവാക്കത്തെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ട്രെയിൻ നിർമ്മിച്ചതെന്നതിനാലാണ് സൗകര്യം പരിഗണിച്ച് ചെന്നൈ കാട്ട്പാടി റൂട്ടിൽ പരീക്ഷണോട്ടം നടത്തിയത്. നിലവിൽ മെമു സർവീസുകൾ നടത്തുന്ന റൂട്ടുകളിൽ അവയ്ക്ക് പകരമായിരിക്കും വന്ദേ മെട്രോ സർവീസ് ആരംഭിക്കുക. മെമു സർവീസുകൾ സാധാരണ പാസഞ്ചർ ട്രെയിനുകളുടെ നിരക്കിലാണ് സർവീസ് നടത്തുന്നതെന്നതിനാൽ വന്ദേ മെട്രോയും വലിയ തുക ഈടാക്കില്ലെന്നാണ് വിവരം. അതായത് കുറഞ്ഞ നിരക്കിലായിരിക്കും ഇത്രയധികം സൗകര്യങ്ങളുള്ള പുതുപുത്തൻ മെട്രോ ട്രെയിനുകൾ വരുന്നത്. കേരളത്തിൽ 10 റൂട്ടുകളിലാണ് വന്ദേ മെട്രോ സർവീസുകൾ തുടങ്ങാൻ സാധ്യതയുള്ളത്. എറണാകുളം, കോഴിക്കോട്, പാലക്കാട്, കോഴിക്കോട് മംഗളൂരു, പാലക്കാട് കോട്ടയം, എറണാകുളം കോയമ്പത്തൂർ, മധുര, ഗുരുവായൂർ, തിരുവനന്തപുരം എറണാകുളം, കൊല്ലം തിരുനെൽവേലി, കൊല്ലം തൃശൂർ, മംഗളൂരു കോഴിക്കോട്, നിലമ്പൂർ മേട്ടുപ്പാളയം എന്നിങ്ങനെ. ഇവയിൽ ആദ്യമായി ആരംഭിക്കുക എറണാകുളം കോഴിക്കോട് മംഗലാപുരം, തിരുവനന്തപുരം എറണാകുളം എന്നിവയായിരിക്കും. വന്ദേ ഭാരത് ട്രെയിനുകൾ വന്നത് നമുക്കെല്ലാം ഒരുതരം അത്ഭുതമായിരുന്നു. അതിവേഗ യാത്രയ്ക്ക് നമ്മുടെ സാധാരണ പാളങ്ങളിൽ തന്നെ ഒരു ട്രെയിൻ വരുമെന്ന പ്രതീക്ഷയില്ലാതിരുന്ന കാലത്താണ് വന്ദേ ഭാരത് വന്നത്. അത്യാധുനിക സംവിധാനങ്ങളും പൂർണ്ണമായി ശീതീകരിച്ചതുമായതിനാൽ വന്ദേ ഭാരത് യാത്ര സാധാരണക്കാരന് പതിവായി താങ്ങാവുന്നതായിരുന്നില്ല. അവിടേക്കാണ് അമൃത് ഭാരത് എക്സ്പ്രസുകൾ വന്നത്. നോൺ എയർ കണ്ടീഷൻഡായ സ്ലീപ്പർ കോച്ചുകളിൽ അതിവേഗ യാത്രയും ഇതോടെ യാഥാർത്ഥ്യമായി. ഇപ്പോൾ ഇനി മെട്രോ സർവീസുകളും ഇങ്ങനെ വരുന്നതോടെ നമ്മുടെ രാജ്യത്തെ റെയിൽവേ യാത്രാ സംവിധാനത്തിന്റെ മുഖമാകെ മാറിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. പുതിയ ട്രെയിനുകളിൽ നമുക്ക് ശുഭയാത്ര പോകാം.